നമ്മൾ നേരെ പോകുന്നത് ലഡാക്കിലേക്കാണ്. ലഡാക്ക് സംഘർഷത്തിലേക്ക്. തീയണയാതെ ലഡാക്ക്. ലഡാക്ക് സംഘർഷവുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഈ ലഡാക്ക് സംഘർഷത്തിന് പിന്നാലെ സോനം വാങ്ചുക്കിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ലേ പോലീസ് അറസ്റ്റ് ചെയ്തു. സോനത്തിനെ പോലീസ് അജ്ഞാത കേന്ദ്രത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ലഡാക്കിൽ നിന്നെത്തിയ സംഘവുമായി ആഭ്യന്തര മന്ത്രാലയ പ്രതിനിധികൾ നാളെ ചർച്ച നടത്തും. അതേസമയം ലഡാക്ക് സംഘർഷത്തിന് പിന്നാലെ സോനം വാങ്ചുക്കിന്റെ NGOയുടെ FCRA ലൈസൻസ് കേന്ദ്രം ഇന്നലെ റദ്ദാക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ കൂടുതൽ വിശകലനങ്ങളുമായി VS സനോജാണ് നാഷണൽ ഡെസ്കിൽ നിന്ന് ചേർന്നത്. സനോജ്, ഈ സോനത്തിന്റെ കാര്യത്തിൽ ഒരു അറസ്റ്റിലേക്ക് നീങ്ങുമെന്ന സൂചനകൾ ഇന്നലെ മുതൽ ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെയോടെ അത് ശക്തമാവുകയും ചെയ്തിരുന്നു. ഇപ്പോൾ കുറച്ചു മുൻപ് സോനത്തിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അതും സോനം വാങ്ചുക്ക് ഒരു വാർത്താ സമ്മേളനം നമുക്ക് നടത്താനിരിക്കെ അതിന് തൊട്ട് മുൻപ് പിന്നീട് അദ്ദേഹത്തെ അജ്ഞാത കേന്ദ്രത്തിലേക്ക് മാറ്റുന്നു. ഞാൻ കുറച്ചു മുൻപ് പറഞ്ഞതുപോലെ ഒരു 6 അംഗ സംഘവുമായി കേന്ദ്രം ചർച്ചകൾ തുടങ്ങുന്നതിന് തൊട്ട് മുൻപുള്ള ഈ നീക്കത്തെ നമുക്ക് എങ്ങനെ വിലയിരുത്താം? മറ്റൊന്ന്, ഈ കഴിഞ്ഞ ആഴ്ചയൊക്കെ വാങ്ചുക്ക് ഇതുമായി ബന്ധപ്പെട്ട് നിരാഹാരത്തിലായിരുന്നു. പിന്നീട് ഈ സംഘർഷമൊക്കെ തുടങ്ങിയ ശേഷമുള്ള വാങ്ചുക്കിന്റെ അസാന്നിധ്യവും വലിയ രീതിയിൽ ചർച്ചയായി, അത് ശ്രദ്ധയിൽ വന്നതാണ്. അപ്പോൾ സംഘർഷം തുടങ്ങിയ ശേഷമുള്ള വാങ്ചുക്കിന്റെ ഈ അസാന്നിധ്യമൊക്കെയും അദ്ദേഹത്തിന്റെ അറസ്റ്റിലേക്ക് കാരണമായ ഒരു സൂത്രധാരൻ എന്ന നിലയിലൊക്കെ വിലയിരുത്തപ്പെടാറായോ? സേതു, അതായത് സോനം വാങ്ചുക്കിനെ അറസ്റ്റ് ചെയ്തു. ആ അറസ്റ്റ് ചെയ്തതിന് ശേഷം ലഡാക്കിലെ DGP പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹം SD ജംവാൾ പറഞ്ഞത് ഏതൊക്കെ വകുപ്പുകൾ ഇതുമായി ബന്ധപ്പെട്ട് ചുമത്തി എന്നുള്ള കാര്യം ഇപ്പോൾ നിലവിൽ പറയാൻ സാധിക്കില്ല. കാരണം നേരത്തെ ഇന്ന് ഉച്ചയോടുകൂടെ ഒരു വാർത്താ സമ്മേളനം സോനം വാങ്ചുക്ക് വിളിച്ചു ചേർത്തിരുന്നു. അദ്ദേഹം സൂം വഴി അതിൽ പങ്കെടുക്കുമെന്നും ലേയിലുള്ള ഒരു ഹോട്ടലിൽ വാർത്താ സമ്മേളനം നടത്തുമെന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത്. പക്ഷേ അതിന് മുൻപേ അറസ്റ്റ് നടന്നു. ഇപ്പോൾ അല്പം മുൻപ് ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തതുപോലെ ഒരു ഡ്രാമയാണ് ലേയിൽ നടക്കുന്നത് എന്ന് അവർ പറയുന്നു. അതുപോലെ തന്നെയാണ് കാര്യങ്ങൾ. കാരണം 3 ദിവസമായി ലഡാക്ക് മേഖലയിൽ ഇതുമായി ബന്ധപ്പെട്ട സംഘർഷം നടക്കുന്നു. കാരണം ഒന്ന് 6th ഷെഡ്യൂളിൽപ്പെടുത്തി പ്രത്യേക ട്രൈബൽ കൗൺസിൽ ഉണ്ടാവുക, മറ്റൊന്ന് അവിടുത്തെ പരിസ്ഥിതി സംരക്ഷിക്കുക, മറ്റൊന്ന് സംസ്ഥാന പദവി. ഈ 3 കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സോനം വാങ്ചുക്ക് നേരത്തെ തന്നെ സമരത്തിലാണ്. കഴിഞ്ഞ 10-15 ദിവസമായി അദ്ദേഹം നിരാഹാരത്തിലായിരുന്നു. പക്ഷേ പെട്ടെന്നാണ് അക്രമം രീതിയിലേക്ക് പൊട്ടിപ്പുറപ്പെടുന്നത്. ഈ പറയുന്ന ലേ അപ്പെക്സ് ബോഡിയും ഒപ്പം തന്നെ കാർഗിൽ ഡെമോക്രാറ്റിക് അലയൻസും ചേർന്നുകൊണ്ട് വലിയ സമരം ഉണ്ടാവുകയും, ഈ ലേ അപ്പെക്സ് ബോഡി എന്ന് പറയുന്നത് നേരത്തെ സോനം വാങ്ചുക്ക് തന്നെ സമരം നടത്തിയിരുന്നതിൻ്റെ ഒരു യുവജന വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. അവർ നടത്തിയ സമരം അക്രമാസക്തമാകുന്നു. 5 പേർ കൊല്ലപ്പെടുന്നു, 100ഓളം പേർക്ക് പരിക്കേൽക്കുന്നു, നിരവധി പേരെ കരുതൽ അറസ്റ്റിലേക്ക് പോകുന്നു. ഈ സാഹചര്യത്തിൽ സോനം വാങ്ചുക്ക് നടത്തിയ പ്രസംഗം പ്രകോപനപരമാണ്. മറ്റൊന്ന്, നേപ്പാളിലെ ജൻസി പ്രൊട്ടസ്റ്റുമായി ബന്ധപ്പെട്ട്, അതുപോലെ അറബ് വസന്തം എന്ന രീതിയിൽ ഉണ്ടായിട്ടുള്ള മറ്റ് മൂവ്മെൻറ്റുകളുമായി ബന്ധപ്പെട്ടൊക്കെ താരതമ്യം ചെയ്തുകൊണ്ട് പ്രസംഗിച്ചു. മറ്റൊന്ന്, ഈ യുവാക്കൾ പറയുന്ന ചർച്ചയ്ക്ക് തയ്യാറായില്ലെങ്കിൽ അവരുടെ സമീപനത്തിൽ മാറ്റം വരും, സമരത്തിൻ്റെ സ്വഭാവം മാറുമെന്ന് അദ്ദേഹം പ്രസംഗിച്ചു എന്ന് BJP ആരോപിക്കുന്നു. ഇതിനെ തുടർന്നാണ് അറസ്റ്റ് ഉണ്ടായത്. 2024 മുതലേ സോനം വാങ്ചുക്ക് ഈ വിഷയത്തിൽ സമരം നടത്തുന്ന ഒരാളാണ്. നേരത്തെ ഡൽഹിയിൽ സമരം നടത്തിയിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട പ്രശ്നം, ഒരു വശത്ത് ഇന്ത്യ സഖ്യം അടക്കം പ്രതിപക്ഷവും അല്ലെങ്കിൽ ഒമർ അബ്ദുള്ള നാഷണൽ കോൺഫറൻസ് എല്ലാം പറയുന്നു അദ്ദേഹം ഒരു ഗാന്ധിയൻ സമരമുറ നടത്തുന്ന ഒരാളാണ്, മഗ്സാസെ പുരസ്കാരം കിട്ടിയ ആളാണ്, ലഡാക്കിൽ വലിയ രീതിയിലുള്ള വികസന മാറ്റം ഉണ്ടാക്കിയ ഒരാളാണ്. ഒരുപക്ഷെ 90കളിൽ അവിടുത്തെ മെട്രിക്കുലേഷൻ്റെ മൊത്തത്തിലുള്ള റേറ്റ് എന്ന് പറയുന്നത് 5% ആയിരത്തിൽ നിന്ന് 2016-17 ആകുമ്പോഴത്തേക്കും 75% വിജയശതമാനം ഉണ്ടാക്കാൻ വേണ്ടി യത്നിച്ച ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ NGO ആണ് ഇപ്പോൾ FCRA പ്രകാരം, അതായത് ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് പ്രകാരം തടഞ്ഞു വെച്ചിരിക്കുകയും അതിൽ കൂടുതൽ അന്വേഷണം നടത്തുകയും ചെയ്യുന്നു. അപ്പോൾ ഇത് വളരെ പ്രതികാര നടപടിയാണ് എന്ന തരത്തിലേക്കുള്ള ഒരു വിമർശനം വാങ്ചുക്ക് അടക്കം, അതുപോലെ അപ്പെക്സ് ബോഡി അടക്കമുള്ള അതിൻ്റെ പ്രവർത്തകരടക്കം ഉന്നയിക്കുന്നു. ഏതായാലും കുറച്ച് ദുരൂഹമാണ്. ഇപ്പോൾ ലേയിൽ ഇന്റർനെറ്റ് അടക്കം കട്ട് ചെയ്തിരിക്കുന്നു. ഇത് വലിയ രീതിയിലുള്ള ഒരു സംഘർഷത്തിലേക്ക് ഇനിയും പോകാനുള്ള സാധ്യതയോ കൂടുതൽ പ്രകോപനം സൃഷ്ടിക്കുമോ എന്നുള്ളത് തന്നെ കാത്തിരുന്ന് കാണേണ്ടി വരും. ഏതായാലും വളരെ പ്രധാനപ്പെട്ട ഒരു അറസ്റ്റ് എന്ന് പറയേണ്ടി വരും. പക്ഷേ ഏതൊക്കെ വകുപ്പുകൾ ചുമത്തി രാജ്യദ്രോഹ കുറ്റം അടക്കമുള്ളത് ഉണ്ടോ എന്ന് അറിയില്ല. ഏതായാലും ഒമർ അബ്ദുള്ള അടക്കം കശ്മീർ മുഖ്യമന്ത്രിയും ഒപ്പം തന്നെ കശ്മീരിലെ കോൺഗ്രസ് നേതാക്കളും ഹാജി ഹനീഫ് അടക്കം ലഡാക്കിൽ MP അടക്കമുള്ളവർ ഇപ്പോൾ പ്രതിഷേധവും ഈ അറസ്റ്റിൽ കൃത്യമായ വിമർശനവും ഉന്നയിച്ച് രംഗത്ത് വന്നിരിക്കുന്നു എന്നും പറയണം. സീതു. ഓക്കെ സനോജ്, ശരി. അപ്പോൾ ലഡാക്ക് സംഘർഷവുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ നൽകുകയായിരുന്നു VS സനോജ്. ഇനി